പണിയൊക്കെ ഏകദേശം തീരാറായി കേട്ടാ. ഫ്ലൈ ഓവർ നോക്കിയാണ് ഈ ഒരു വ്യൂ മാത്രമല്ല, അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും കണക്ട് ആയിട്ടില്ല, നടുക്ക് മാത്രം. അതുകൊണ്ട് ഇത് മെയിൻ ജംഗ്ഷൻ ആയതുകൊണ്ട് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് 4 സൈഡിൽ വണ്ടികൾ പോയാണ്. അപ്പൊ നമുക്ക് ലുലുമാളിൽ പോകണമെങ്കിൽ ഇതുവരെയാണ് പോയത് കേട്ടാ. ഇതുവരെ കട്ട് ചെയ്ത് നമുക്ക് മെയിൻ ഹൈവേയിലോട്ട് കയറാൻ പറ്റും. നമുക്കൊരു ബാഗ് തൂക്കണം നോക്കിയാണ്, ഹോട്ടലിലോട്ട് ആത്മഹത്യ നോക്കിയാണ്, ഇരുന്ന് തൂക്കണം നോക്ക് അല്ലേ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട 1000 രക്ഷപ്പെടും അല്ലേ. അങ്ങനെ നമ്മൾ നല്ലൊരു മഴക്കോള് കേട്ടാ, ഒരു ക്ലൗഡി പിടിച്ച ഫീൽ അല്ലേ. മഴ പെയ്യോ എന്ത് ചെയ്തു ഗ്രീഷ്മയ്ക്ക് എന്ത് തോന്നുന്നു? ദിയക്ക് എന്ത് തോന്നുന്നു? ദിയ നിനക്കെന്ത് തോന്നുന്നു? മഴ പെയ്യോ ഇല്ലേ? മഴക്കെന്ത് തോന്നുന്നു? മഴ പെയ്യോ ഇല്ലേ? മഴ പെയ്യുമെന്നാണ് ദിയേം പറയണത്. നനയാണെങ്കിൽ നനയെ നമ്മൾ രണ്ടും കളിപ്പിച്ചാണ് നമ്മള്. ഓക്കെ, അപ്പൊ നമ്മൾ ഞാൻ ലുലുമാളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ ദിയ? എങ്ങനെ കളിച്ചാണ് കഴിയാണ് ഇനി ഇങ്ങനെ ഇങ്ങനെ പെട്ട് അങ്ങനെ നമ്മള് ചായക്കട നോക്കിയാണ്. ചായക്കടയിലൊക്കെ സൺഡേ ആയിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടാ. സൺഡേ ഈവനിങ് ആണ്, അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഹൈവേ കയറി പോയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇതിന്റെ ബാക്കിലാണ് നമ്മൾ എയർപോർട്ട് വന്നത്. നമുക്ക് ഇത് ഇവിടെ തന്നെ എയർപോർട്ട് കാണിച്ചു തരാം. എയർപോർട്ട് ഇതാണ് എയർപോർട്ട്. നമ്മൾ കാണിച്ചോളൂ എയർപോർട്ട് കാണാം. സൂം ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓ അതിന്റെ ഫ്ലാഗൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം അല്ലേ. നല്ലൊരു ഫ്ലൈ ഓവറാണ്. ഇവിടെ നിന്ന് എന്തായാലും വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലിംഗ് ആണ്, ഒരു തണുപ്പും. അമ്മ ഒന്നും മാത്രം ബ്ലോക്കാന്ന് നോക്കിയാൽ എല്ലാ വണ്ടികളും കാണിച്ചു കൊടുത്താണ്. എല്ലാവരും ലുലുമാള് വന്നതാണ്. എനിക്കൊന്ന് നമ്മളെ പ്രോഗ്രാമിന് വേണ്ടി വന്നത്. നമുക്ക് വെളിയിലും പാർക്കിംഗ് ഉണ്ട് കേട്ടാ. ഈ സൈഡിലും വെളിയിൽ നിന്ന് വന്ന ഔട്ട് സൈഡ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൊടുത്ത് പോലീസ് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫൈൻ അടിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ സൈഡിൽ കയറിയിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് വേണം കയറാൻ. കൈയാണിക്ക് നോക്കാം. ബസ്സിൽ ആൾക്കാർ കേട്ടാ. അമ്മ നോക്ക് പരിപാടി തുടങ്ങി. നോക്കാം അതിന്റെ മോളിൽ കൂടെ കാണാം. ഈ ഗോപുരം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നാ പരിപാടി തുടങ്ങിയില്ല. മഴ ഉണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം സൺഡേ ആയിട്ട് നല്ല ക്രൗഡ് ഉണ്ട്. ബാൻഡ് പരിപാടി ബാക്ക് സൈഡ് ആണ് കേട്ടാ. തോന്നുന്നില്ലേ നിങ്ങളെ പരിപാടി ഉണ്ടാ? മേളം ഉണ്ടാ? ഓക്കെ ഓക്കെ, നമ്മള് പരിപാടിക്ക് വന്നത് തന്നെ. അപ്പൊ പിന്നെ ഭാഗത്ത് വെച്ച് കാണാം. കാണണം. കൈയോട് അവൻ വരില്ല. ശരി ഇറങ്ങ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓല മുടഞ്ഞാണ്. അകത്ത് വൈബ് കാണിച്ചു കൊടുത്താണ്. തുടങ്ങിയ പരിപാടി ഇല്ല, തുടങ്ങി. ക്രൗഡ് കുറവ് കേട്ടാ. മഴയല്ലേ, രാത്രിയൊക്കെ ആകുമ്പോ ആള് വരും. നമ്മ വെളിയിൽ കൂടെ കയറി ഇപ്പൊ രാത്രിയോടെ കയറുന്ന എന്തിന്? ഇങ്ങനെ പോയാ പോരാ സ്ഥലത്തിയല്ല. അയ്യോ അത് മഴ ഇതുവഴി പോവാങ്കിൽ മഴ കേട്ടാ വെളിയില്. ഓ അപ്പൊ നമ്മൾ കുറച്ച് മഴ കുറഞ്ഞിട്ട് അതുവരെ പോയിട്ട് വാ. മഴ ഉണ്ടോ നോക്കിട്ട് വാ. പോയിട്ട് വാ, ഞാൻ വീഡിയോ എടുക്കുന്നു. പോയിട്ട് വാ. സ്ഥലം കേട്ടാ എവിടെ തുടങ്ങി എവിടെ പരിപാടി? To Lulu Mall and to this beautiful event. മാവേലി വന്നതിയാ നോക്ക്. മാവേലി അല്ല മണിക്കൂട്ടെ ബിഗ് ബോസിന്റെ വിന്നർ ആളെ തീപ്പൊരി ബോളോ സെറ്റപ്പ് കത്തോളോ ആണോ ഒതുങ്ങിയില്ലേ? മാവേലി ഉള്ളത് ട്രിവാൻഡ്രത്താണ്. കാരണം ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ട്രിവാൻഡ്രത്തിന്റെ ഒരു എന്താ പറയുക പുരോഗതിയുടെ പുതിയ മുഖം ആദ്യമായി ലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് ലുലുവിന്റെ വരവോടുകൂടിയാണ്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഹാർബർ വന്നു, അങ്ങനെ ഓരോ പുരോഗമനങ്ങൾ അതിനുശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം അത് ലോകത്തെ വിളിച്ചറിയിച്ചത് ലുലു മോളിന്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഓണാശംസകൾ. ഇന്ന് നമ്മുടെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായതിന് ഒരാവർത്തി കൂടി നന്ദി. അതോടൊപ്പം ഒരു കൊച്ചിന്റെ കയ്യിൽ ബലൂൺ കണ്ട്
അതിപ്പോ എവിടെ നിന്ന് വാങ്ങിച്ചു നിങ്ങൾക്ക് അറിയണോ തലവേദന. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ലുലുമാളിൽ നിന്ന് ചെറിയ മഴക്കുറവുണ്ട്, അങ്ങോട്ട് പോയി നോക്കുകയാണ് അല്ലേ. മഴ ഇല്ല, അവിടെ കയറാൻ പറ്റുമോ എന്നൊക്കെ. മഴ കാണുമ്പോ എന്തായാലും ഇത്ര കുറെ ടിക്കറ്റ് എടുത്താണോ എന്തിനാവും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയാം അല്ലേ. ദീക്കാ തൊപ്പി കിട്ടി കേട്ടാ, മഴ നനയായിരിക്കും. മഴ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞാ മതി. പരിപാടി എവിടെ നടക്കണത്? തെക്കുടിച്ചേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ഇവിടെ കേറിയപ്പോ ആനകളൊക്കെ ഒറിജിനല്ലേ, ബൊമ്മയാണത്. എന്തൊരു മീനാ ദിയാ? ഞാൻ പോയി സംസാരിക്കുന്നു. വാ, അതിന് നാണക്കേടാ. നോക്ക് കേട്ടോ. ആ പിടി പിടി. വീണ്ടും യഥാർത്ഥ ഒരു ആനയെ പുറത്ത് ഇരിക്കുന്ന ഗാംഭീര്യമാണ് അവർക്കല്ലേ. പക്ഷെ ഇത് ഡമ്മിയാണ്, നമുക്കേ അറിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് വീഡിയോ കണ്ട ബാറ്ററി അല്ലേ ഇത്, പെട്രോൾ അല്ലേ അയ്യോ, പെട്രോൾ അല്ലേ അയ്യോ. പിന്നെ ചുമ്മാ ചാർജ് ചെയ്ത് നടക്കാവില്ല, അവൻ പെട്രോൾ ആയിരിക്കും. ഇതായിരിക്കും ജനറേറ്റർ. എന്നെ വിട്ട് കൈ മര്യാദയ്ക്ക് നോക്കാം. നോക്കണം.
പിന്നെ കൊറേ വിട്ടോ വാ പോട്ടി പോട്ടി ഇതിന്റെ ഇതിനെ വാ ഓട് ഓടാ പെട്ടെന്നാവട്ടെ പൊട്ടി പഠനമാണ് അവരുടെ ആ കഠിനാധ്വാനമാണ് ഇപ്പൊ നമ്മൾ
കേരളത്തിന്റെ കളറിന്റെ കൊള്ളിലാണ് കളരി. കളറിന്റെ കൊള്ളിലാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഇങ്ങനെയൊക്കെ പറയണ്ടോ? ഒന്ന് പറയാ. കേരളത്തിന്റെ കളറിന്റെ കൊള്ളിലാണ് കളരി. അവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്. അവിടെ ഐസ്ക്രീം ഫഹദ് ഫാസിൽ അതേപോലെ കേട്ടോ.